മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനാണെങ്കിൽ വളരെ വിഷമത്തോടു കൂടി തന്നെ ദുർഗയോട് പറയുന്നുണ്ട്, അമ്മേ, മഞ്ജു എന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ കൊടുത്തു. ഇപ്പോ മഞ്ജുവിനും സാഗറിനും കുഞ്ഞിനും താമസിക്കാനായിട്ട് സ്വന്തമായിട്ടൊരു വില്ല തന്നെ അവരുടെ പേരിൽ എഴുതി കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ ഉണ്ണിക്കും കരുണയ്ക്കും എന്റെ അമ്മാവനും മേഘനാഥനും എല്ലാവർക്കും ചെയ്യുമായിരുന്നു. പക്ഷെ അതിന് പകരമായിട്ട് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെയൊക്കെ സ്നേഹമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, എനിക്കറിയാം മോനെ, അമ്മയ്ക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെയാണല്ലോ ഉണ്ണിയെ അമ്മ എല്ലാത്തിൽ നിന്നും വിലക്കുന്നത്. പക്ഷെ അവനാണെങ്കിൽ ഒന്നും കേൾക്കുന്നില്ല. അമ്മ എന്ത് ചെയ്യാനാ? ഒരു കാര്യം ഞാൻ പറയാം, ഇതിലൊന്നും എനിക്ക് യാതൊരു പങ്കുമില്ല. നിന്നെയും മഹാലക്ഷ്മിയെയും കുഞ്ഞിനെയും വകവരുത്താൻ നോക്കുന്ന എല്ലാവരെയും എനിക്കിപ്പോ വെറുപ്പാണ്. ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടല്ലോ ആ പ്രതാപന്റെ മകൾ, അവളെ എനിക്ക് തീരെ ഇഷ്ടമല്ല. വെച്ച് വെക്കുന്നത് എന്തോ കഴിക്കാനായിട്ട് ഞാൻ പറയുന്നുള്ളൂ. അവൾക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ആഗ്രഹമില്ലഞ്ഞിട്ടല്ല, മനസ്സ് സമ്മതിക്കുന്നില്ല. എന്റെ മകന്റെ കുഞ്ഞിനെയാണ് അവൾ വയറ്റിലിട്ടുകൊണ്ട് നടക്കുന്നത് എന്ന് കരുതിയിട്ട് എന്തോ എനിക്ക് അവളോട് വെറുപ്പാണ്. കാരണം വിശ്വട്ടന്റെ കൊലയാളിയുടെ മകളാണ് അവൾ. അതെനിക്ക് മറക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്തായാലും അവളും അവനും എല്ലാവരും ചേർന്ന് ഇനിയും നിങ്ങളെ ദ്രോഹിക്കാൻ നോക്കുകയാണെങ്കിൽ അവരെ ഞാൻ തന്നെ കൊന്നുകളയുമെന്നൊക്കെ ദുർഗ പറയുകയാണ്. മാത്രമല്ല തന്നെ ഇനി അവിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണന്റെ മുന്നിൽ കരയുന്നു. അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട്, അമ്മേ, ഞാൻ എന്തായാലും മഹിയെയും കുഞ്ഞിനെയും ഒന്ന് കണ്ടിട്ട് വരാം. ഇത്ര നേരമായിട്ടും അവരെ ഒന്നും വിളിച്ചിട്ട് പോലും ഇല്ലെന്ന് പറയുമ്പോ, മോനെ, ഇന്നിപ്പോ പോണോടാ, നിനക്ക് ക്ഷീണമല്ലേ? സാറില്ലമ്മേ, അവരെ കണ്ട കുറച്ചുകൂടി എനിക്ക് ആശ്വാസം കിട്ടും. അമ്മ ഒരു കാര്യം ചെയ്യ്, ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എന്നെ വിളിക്ക്, ഞാൻ അമ്മയെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോവാം കുഞ്ഞിന്റെ അടുത്തേക്ക്. ആ ശരി മോനെ, എങ്കിൽ പിന്നെ ഞാൻ ജോലിയൊക്കെ വേഗം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്നും പോകുന്നു. കണ്ണനാണെങ്കിൽ ദുർഗയുടെ ആത്മാർത്ഥത മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ കരുണയാവട്ടെ പ്രതാപനെ കാണാനായിട്ട് ജയിലിൽ വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതാപൻ കരുണയെ കാണുമ്പോൾ തന്നെ ആകെ തകർന്നു പോകുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് അയാളാണെങ്കിൽ ഒരു വിങ്ങലോട് കൂടിയിട്ട് കരുണയുടെ അടുത്തേക്ക് വരികയാണ്. കരുണയും അങ്ങനെ കരുണ കൈവയ്ക്കുന്ന സമയത്ത് ആ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. അച്ഛന്റെ മോള് വന്നോ? മോളെ കാണാനായിട്ട് കൊതിച്ചിരിക്കുകയായിരുന്നു അച്ഛൻ എന്ന് പറയുമ്പോൾ, എങ്കിലേ എനിക്ക് ആ കൊതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ ആ കൈ അങ്ങ് പിൻവലിക്കുകയാണ്. മോളെ, എന്താ മോളെ, എന്ത് പറ്റി? അച്ഛൻ എന്നോട് മിണ്ടിപ്പോവരുത്. പണ്ടൊക്കെ സ്കൂളിലും മറ്റൊക്കെ ആരെങ്കിലൊക്കെ ചോദിക്കുമ്പോ നിന്റെ ഹീറോ ആരാണെന്ന് ചോദിക്കാൻ മാത്രമേ വേണ്ടൂ. അപ്പൊ തന്നെ ഞാൻ എന്റെ അച്ഛന്റെ പേര് പറയുമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്റെ അച്ഛൻ വെറും സീറോയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. കേസും കാര്യങ്ങളൊക്കെ നടത്തി അച്ഛൻ സീറോയാവും. പിന്നെ എല്ലാം കൊണ്ടും ഞാൻ അവസാനിച്ച ഘട്ടത്തിലാണ് നിൽക്കുന്നത്. എന്താ മോളെ, എന്താ സംഭവിച്ചത്? അല്ല, ഇവിടെ കിടക്കുന്ന മറ്റൊരുത്തൻ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? ആ, അവൻ പറഞ്ഞിരുന്നു ഉണ്ണിക്ക് എന്തൊക്കെയോ ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നും കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് പരമൻ എന്ന ഗുണ്ടയെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ. ആ, എങ്കിലേ ആ വലിയേട്ടനെ കൊല്ലാൻ നോക്കി, പക്ഷെ ജീവനോടെ ഇരട്ടി ശക്തിയോടുകൂടി തിരിച്ചു വന്നു. എന്താ മോളെ, എന്തീ പറയുന്നത്? ആ, ഉണ്ണിയെ മാർക്കോ വക വരുത്തിയിട്ടുണ്ട്. ഇത് കേട്ട് പ്രതാപനാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. ഉണ്ണിക്ക് എന്ത് പറ്റി? അവൻ വീൽ ചെയറിലായി. അവന്റെ കാല് തല്ലി ഒടിച്ചു. എ സിയിൽ വിഷവാതകം നിറച്ച് വലിയേട്ടനെ കൊല്ലാൻ നോക്കിയ അനിയന് വീൽ ചെയർ ഫ്രീ ആയിട്ട് വലിയേട്ടൻ കൊടുത്തു. മാത്രമല്ല തിരിച്ചു വരുന്ന കണ്ണനെ കാണണമായിരുന്നു. ആണുങ്ങളെ പോലെയാണ് അവൻ തിരിച്ചു വന്നത്. ഉണ്ണിയോ, ആ മണ്ണുണ്ണിയാണെങ്കിൽ വീൽ ചെയറിലും. അയാൾ വീൽ ചെയറിലായത് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എനിക്ക് ലെവലേശം പോലും വിഷമമില്ല. പക്ഷെ ആ കണ്ണൻ നടന്നു തുടങ്ങി. അതാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തെന്ന് പറയുമ്പോൾ പ്രതാപനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. എന്താ അച്ഛന്റെ മുഖത്ത് ഞെട്ടല് കാണുന്നില്ലല്ലോ? മുത്തശ്ശിയോട് പറഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് ഞെട്ടലുണ്ടായിരുന്നില്ല. എന്റെ അമ്മയാ പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും ഇത് നേരത്തെ അറിഞ്ഞുവെന്ന്. എന്നിട്ട് എന്നോടെല്ലാം മറച്ചു വെച്ചിരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം. ഞാനും മഹാലക്ഷ്മിയും വിവാഹ പന്തലിലേക്ക് ഒരുമിച്ച് കയറുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു. സൗന്ദര്യമുള്ള ഭർത്താവ്, ഒരു വൈകല്യങ്ങളില്ലാത്ത ഭർത്താവ്, സ്വത്തുക്കൾ കൊണ്ട് മൂടി നിൽക്കുന്ന ഭർത്താവ്. ഞാനിനി ആർഭാടകരമായിട്ടുള്ള ജീവിതമായിരിക്കും നയിക്കാൻ പോകുന്നതെന്നൊക്കെ കരുതി. പക്ഷെ എന്റെ സ്ഥാനത്ത് ഇപ്പൊ മഹാലക്ഷ്മിയാണ്. അവൾക്ക് ഒരു പെൺകുഞ്ഞ്, നടക്കാനും ആരോഗ്യവാനുമായിട്ടുള്ള ഒരു ഭർത്താവ്, ഇട്ടുമുടാനുള്ള സ്വത്തുക്കൾ. ഒരു കാര്യം പറയട്ടെ അച്ഛ, ഞാൻ നാളെ ഒരു പെൺകുഞ്ഞിനാണ് ജന്മം കൊടുക്കുന്നതെങ്കിൽ ആ കുഞ്ഞിനെ എനിക്ക് നോക്കാൻ കഴിയുമോ? ആ കുഞ്ഞിന് ഒരു നല്ല ഭാവി ഉണ്ടാക്കി കൊടുക്കാൻ പോലും എനിക്ക് കഴിയില്ല. കാരണം കേസ് നടത്തി അച്ഛന്റെ സ്വത്തുക്കളെല്ലാം പോകും. അത് കഴിഞ്ഞാൽ എനിക്കെന്ന് പറഞ്ഞ് എന്താ ഉള്ളത്? പക്ഷെ മഹാലക്ഷ്മിയുടെ കാര്യം അങ്ങനെയല്ല. അവളിനെ ഒരു 10 പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയാലും അവൾക്ക് ആ കുഞ്ഞുങ്ങളുടെ ഭാവി ഇരട്ടിക്ക് സേഫാക്കി വെക്കാം. അത്രയ്ക്കും ഇട്ടുമുടാനുള്ള സ്വത്താണ് അവൾക്കുള്ളത്. പക്ഷെ ഞാൻ ആഗ്രഹിച്ച ജീവിതം അവൾ ജീവിക്കുന്നു. അത് കാണേണ്ടി വരുന്ന ദുർവിധി എനിക്കും. എന്തായാലും നൂലുകെട്ട് കഴിഞ്ഞ് അവളും കുഞ്ഞും ആ കണ്ണനും വരുന്നത് കാണുമ്പോ എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ പരിധി വിട്ട് ചെയ്തു പോകും. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ വളർത്തി വെച്ചത് അത്രയ്ക്കും സ്വാർത്ഥയായി തന്നെയാണ്. എനിക്ക് ഒരിക്കലും ഇനി നന്നാവാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ നന്നായതായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ അഭിനയിക്കും. അവസാനം ഞാൻ അവസരം കാത്ത് തിരിച്ചടിക്കുക തന്നെ ചെയ്യും.
കുഞ്ഞിനെയും മഹാലക്ഷ്മിയെയും കണ്ണനെയും ഞാൻ കൊല്ലും. എങ്കിലെങ്കിലും എനിക്ക് സമാധാനം കിട്ടണം. പിന്നെ ആ മണ്ണുണ്ണിക്കൊപ്പം ജീവിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. സത്യത്തിൽ സ്വയം ഇല്ലാതാവാനാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുമ്പോൾ, മോളെ അങ്ങനെയൊന്നും പറയല്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ തടയുകയാണ്. അതെ, നിങ്ങളെയൊക്കെ ഓർത്തിട്ട് മാത്രമാ ഒരു കുഞ്ഞിനെ വയറ്റിലിട്ട് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഞാൻ ശരിക്കും മരിച്ചു കഴിഞ്ഞു. എല്ലാവരുടെയും ആട്ടും തുപ്പും കേട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു ജന്മം. എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. എന്തായാലും ആ അകത്ത് കിടക്കുന്ന അമ്മാവനുണ്ടല്ലോ, അവനോട് ചെന്ന് പറഞ്ഞേക്ക് മരുമകൻ വീൽ ചെയറിലായ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് യാത്ര പോലും പറയാതെ കരുണയാണെങ്കിൽ അവിടെ നിന്നും പോവുകയാണ്. തകർന്ന മനസ്സുമായിട്ട് പ്രതാപനാണെങ്കിൽ അകത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയം വാമദേവനാണെങ്കിൽ ജയിലിൽ ഈച്ചയും മാട്ടിക്കൊണ്ട് അങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ, എടാ ആരാടാ നിന്നെ കാണാൻ വന്നത്? എന്റെ മോള് എന്താടാ പറഞ്ഞത്? ഒരൊറ്റ അടി അങ്ങോട്ട് കൊടുക്കുകയാണ് ചെകിടത്ത് നോക്കിയിട്ട് വാമദേവന്റെ. എടാ നീ എന്തിനാണ് തല്ലിയത്? തല്ലുമല്ലോ വേണ്ടത്, അവനെ കൊല്ലുകയാണ് വേണ്ടത്. കൊന്നിട്ടേ തന്റെ ഈ ശരീരം ഉണ്ടല്ലോ വെട്ടിമുറിച്ച് പട്ടികൾക്ക് ഇട്ടു കൊടുക്കണം. അത്രയ്ക്കും എനിക്ക് തന്നോട് അറപ്പും വെറുപ്പും തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് ഇവിടെ നിന്ന് പുറത്തേക്ക് പോയാലേ തന്നെയായിരിക്കും ഞാൻ ആദ്യം കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുക്കുക. താൻ മരിച്ച് മണ്ണടിഞ്ഞാൽ മാത്രമേ എനിക്കും എന്റെ മകൾക്ക് നല്ല കാലം തെളിയത്തുള്ളൂ. താൻ എന്തിനാടോ ആ മണ്ണുണ്ണിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്? എന്റെ മരുമകൻ ഒരു മണ്ണുണ്ണിയാണെന്ന് നിനക്ക് അറിയില്ലേ? എന്താടാ എന്താ സംഭവിച്ചത്? അവനെ വീൽ ചെയറിലായെന്ന് ആ മാർക്കോ, അവനെ വീൽ ചെയറിലാക്കിയെന്ന് എന്തൊക്കെയാ പറയുന്നത്? അപ്പൊ കാര്യം നടന്നില്ലേ? കാര്യം നടന്നില്ല എന്ന് മാത്രമല്ല, ആ കണ്ണൻ നടന്നു തുടങ്ങിയ സത്യം എന്റെ മോൾ അറിയുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ അതാണ് അവളെ ഏറ്റവും കൂടുതൽ തകർത്തിയിരിക്കുന്നത്. കണ്ണനെ കൊല്ലാൻ നോക്കിയ ഉണ്ണിയെ മാർക്കോന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ശരിക്കും പെരുമാറി വിട്ടു. പിന്നെ ഏട്ടന്റെ വീൽ ചെയർ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അനിയനാണെന്ന് കേൾക്കാൻ സാധിച്ചത്. എന്തായാലും താൻ എന്തിനാടോ ആ ഉണ്ണിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്? തന്റെ മകൻ ഗുണ്ടായിസത്തിന്റെ തലവനായിരുന്നില്ലേ? എന്നിട്ട് അവനെ കൊണ്ട് എന്തെങ്കിലും പറ്റിയോ? അവൻ മേപ്പോട്ട് നോക്കി കിടക്കുന്നു. എന്നിട്ടാണോടോ ഈ പിച്ച പോലും വെച്ച് തുടങ്ങാത്ത ഇവനെ കൊണ്ട് നീ ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്? അവനാണെങ്കിൽ എടുത്തു ചാടി ഓരോന്ന് ചെയ്ത് ഇപ്പതാ എന്റെ മോളുടെ ഭാവി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. നീയൊക്കെ ചേർന്ന് ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കുമല്ലോടാ. എങ്ങനെങ്കിലും റിമാൻഡ് കാലാവധി കഴിയുന്നത് വരെയെങ്കിലും നിനക്കൊന്ന് വെയിറ്റ് ചെയ്തോടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ വാമദേവനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. എടാ അത് പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയില്ലല്ലോ. കരുതണമായിരുന്നു. അവർക്ക് ദൈവങ്ങളുടെ ശക്തി ഉള്ളതാണ്. മാത്രമല്ല എല്ലാം കൊണ്ടും സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകാനെന്ന് തന്നോട് ഞാൻ അന്ന് പറഞ്ഞതല്ലേ. പിന്നെ ഞാൻ അറിയാതെ ഓരോന്ന് ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നു. ഇപ്പൊ എന്റെ മോള് വന്ന് കരഞ്ഞിട്ട് പോയത് ചങ്ക് പൊട്ടിയേട്ടാ. അത് കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് എനിക്ക് പറ്റില്ലടോ. തന്നെയൊക്കെ ഉണ്ടല്ലോ ഞാൻ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭ്രാന്തിളകുന്നത് പോലെ പ്രതാപനാണെങ്കിൽ കാണിച്ചു കൂട്ടുന്നു. തനിക്കറിയോ ആ മോഹിനി ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് 2 വയസ്സുള്ള കൈക്കുഞ്ഞായിരുന്നു ആ മഹാലക്ഷ്മി. അന്ന് പെൺകുഞ്ഞല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ അവളെ ഉപദ്രവിച്ചില്ല. പക്ഷെ എന്റെ അമ്മയും എന്റെ മോളും ചേർന്ന് അവളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. ഇപ്പൊ തോന്നുന്നു അവളെ ഏതെങ്കിലും കൊക്കയിൽ കൊണ്ടുപോയി തള്ളിയിട്ട് കൊന്നാ മതിയായിരുന്നുവെന്ന്. എനിക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ മോളുടെ കണ്ണീരിപ്പോ ഈ നിമിഷം എനിക്ക് കാണേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ ആകെ തകർന്നിരിക്കുകയാണ്. അങ്ങനെ വാമദേവനും ഒന്നും മിണ്ടാതെ നിശബ്ദനായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് കണ്ണനാണെങ്കിൽ അനന്തുവിന്റെയും ലേഖയുടെയും വീട്ടിലേക്ക് വരികയാണ്. കോളിംബെൽ കേട്ട് ലേഖ വാതിൽ തുറക്കുകയാണ്. ആ കണ്ണേട്ടനോ? കണ്ണേട്ടാ എത്ര നേരായി, ഫോൺ വിളിച്ചിട്ട് പോലും എടുക്കുന്നില്ലല്ലോ. അങ്ങനെ അനന്തു അങ്ങോട്ട് വരുന്നുണ്ട്. എടാ ഞാൻ രാവിലെ വിളിച്ചപ്പോ നീ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് എന്താ ലേറ്റ് ആയേ? അത് പിന്നെ കുറെ കാര്യങ്ങൾ ഉണ്ടായടാ. ഇന്നലെ ഇവിടെ നിന്നും പോയതാണല്ലോ. പിന്നീട് എന്താ മഹി വിളിച്ചപ്പോ എടുത്തില്ല? അവളാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി. ഇപ്പോഴും അവിടത്തെ വിഷം തുപ്പുന്ന ജന്തുക്കൾക്ക് എന്നോടും മഹിയോടും കുഞ്ഞിനോടുള്ള പക തീർന്നിട്ടില്ലെന്ന് പറയുമ്പോ അത് തീരത്തില്ലല്ലോ. അങ്ങനെയാണല്ലോ 2ാം നമ്പയുടെ കരച്ചിലൊക്കെ. ഏയ് അമ്മ പ്രതിയല്ല, അതൊക്കെ നിനക്ക് തോന്നുന്നതാ. എന്താ സംഭവിച്ചത്? കാര്യം പറയും. എടാ മഹിയുടെ പ്രസൻസിൽ ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾക്കൊക്കെ എന്നെ ജീവനോടെ കാണാൻ പറ്റിയത് തന്നെ വലിയ കാര്യമാണെന്നൊക്കെ പറയുമ്പോ എന്താ കണ്ണേട്ടാ, കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ? അതെ, ഉണ്ണിയാണ് കാരണക്കാരൻ. ഉണ്ണിയെ മാർക്കോ ശരിക്കൊന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഉണ്ണി വീൽ ചെയറിലാണെന്നൊക്കെ പറയുമ്പോ അതിനു മാത്രം എന്താ സംഭവിച്ചത്? വായോ, മഹിയെ കണ്ടതിന് ശേഷം പറയാമെന്ന് പറഞ്ഞ കണ്ണനാണെങ്കിൽ മഹിയുടെ അടുത്തേക്ക് അവരെയും കൂട്ടിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഈ സമയം മഹിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നതാണ് കാണുന്നത്. മഹി എന്ന് വിളിക്കുമ്പോൾ കണ്ണേട്ട താഴെ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. എന്താ എന്താ സംഭവിച്ചത്? എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, എന്താ എത്ര ലേറ്റ് ആയി വരാൻ എന്നൊക്കെ ചോദിക്കുമ്പോ മഹി തന്നെയും കുഞ്ഞിനെയും ഇനി ഒരിക്കലും കാണാൻ കഴിയുമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു നിമിഷം നമുക്ക് മുന്നിലുണ്ടായതെന്നൊക്കെ പറയുമ്പോ കണ്ണേട്ട എന്തൊക്കെയാ പറയുന്നത്? അതെ, എന്നാ ഉണ്ണി ഗുണ്ടകളെ വെച്ച് കൊല്ലാൻ നോക്കി. സിയിൽ വിഷവാതകം നിറച്ചായിരുന്നു ഇപ്രാവശ്യത്തെ അവന്റെ കൊലപാതക ശ്രമം. ഇത് കേട്ട് മഹാലക്ഷ്മിയും അനന്തവും ലേഖയും എല്ലാവരും ഒരുപോലെ ഷോക്കാവുന്നു. കണ്ണേട്ട എന്തീ പറയുന്നത്? അതെ, ഞാൻ ഇവിടെ നിന്നും പോകുമ്പോഴേക്കും ഭാര്യയും ഭർത്താവും ചേർന്ന് എല്ലാ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി ഞാൻ ചെന്നപ്പോ സി ഇടുകയായിരുന്നു. പിന്നീട് അവിടെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും കണ്ണൻ
മൂന്നുപേരോടും തുറന്നു പറയുന്നു. എല്ലാം കേട്ട് ആകെ പകച്ചു നിൽക്കുകയാണ് അവർ. മാർക്കോയാണ് ഉണ്ണിക്കിട്ട് നല്ലൊരു പണി കൊടുത്തത്. ഡിസ്ചാർജ് ആയിട്ട് ഞാൻ തിരിച്ചു എന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവനും എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്റെ വീൽ ചെയർ ആയിരുന്നു ഉണ്ണി ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഇക്കാര്യത്തോട് കൂടിയിട്ട് എല്ലാവരും ഞാൻ നടന്നു തുടങ്ങിയ സത്യം തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഗുണം മാത്രമേ ഇതിലുണ്ടായിട്ടുള്ളൂ. പക്ഷെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കേണ്ട. അവർക്കാർക്കും നിങ്ങളുടെ രക്തം കാണാനുള്ള ദാഹം മാറിയിട്ടില്ല. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നൂലുകെട്ട് കഴിഞ്ഞ് കുഞ്ഞിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു കാര്യം ഓർക്കണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ചിലപ്പോൾ രക്ഷപ്പെട്ടു വരാൻ പറ്റുമെന്ന് വിചാരിക്കാം ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ. പക്ഷെ ഈ പിഞ്ചു കുഞ്ഞ് അത് ചോരക്കുഞ്ഞാണ്. അതിന് ഇനിയും പരീക്ഷിക്കരുത്. ആ സിദ്ധയായിട്ടുള്ള അമ്മ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകും കുഞ്ഞിന് ഒരുപാട് സിദ്ധയൊക്കെ ഉള്ളതാണെന്ന്. പക്ഷെ ദൈവത്തിനെ മാറ്റി നിർത്തി നമ്മൾ അഹങ്കരിച്ച് ഒന്നും ചെയ്യണ്ട. അതുകൊണ്ട് ഇവിടെ നിന്നും പോകണ്ട. നൂലുകെട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യം പിന്നീട് തീരുമാനിക്കാം എന്നൊക്കെ പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും രണ്ടാനമ്മയ്ക്ക് ഇതിൽ പങ്കില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ രേഖ പറയാണ്, ഇതൊക്കെ കണ്ണട്ടിന് തോന്നുന്നതാ. ആരെങ്കിലും കരഞ്ഞു കാണിച്ചാൽ അപ്പൊ നിങ്ങൾ എല്ലാവരും മനസ്സലിയും. അതാണ് കണ്ണട്ടിന്റെയും മഹിയുടെയും മനസ്സ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മഹി കണ്ണ, എന്തായാലും ഉണ്ണിയുടെ ജോലി മഹിയായിട്ട് ഇല്ലാതെയാക്കി. ഇനി അവന് തീറ്റിപ്പോരാനായിട്ടും അവന്റെ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാനായിട്ടും അവന്റെ ബാങ്കിലേക്ക് ഈ മാസം വിട്ടുകൊടുക്കുന്ന ശമ്പളം ഉണ്ടല്ലോ അത് നിർത്തണമെന്ന് അനന്ത് പറയുമ്പോൾ, എടാ അത് പിന്നെ സ്വന്തം അനിയനല്ലെന്ന് കരുതിയിട്ടാ. എന്നിട്ട് അവൻ എന്താ ചെയ്തത്? ആ പൈസ ഉപയോഗിച്ചിട്ടല്ലേ നിന്നെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തത്. അതിന് പോലും അവൻ പൈസ ചെലവാക്കാത്തതാടാ. പക്ഷെ എന്തോ പിന്നീടുണ്ടാവുന്ന നേട്ടങ്ങളെ കുറിച്ച് ഉണ്ണി ചിന്തിച്ചു കാണണമെന്ന് കണ്ണൻ പറയുമ്പോ ഇനിയും അവൻ ഇതുപോലെ ചെയ്യും. അവൻ മാത്രമല്ല അവന്റെ ഭാര്യയും. അതുകൊണ്ട് ഈ കുഞ്ഞിനെ കൊണ്ട് പോണ്ട. ഞാൻ പറയുന്നത് കേൾക്കുന്നൊക്കെ ലേഖ പറയുമ്പോ, അല്ലെങ്കിൽ നിനക്ക് കുഞ്ഞിനെ വിട്ടുതരാൻ മനസ്സില്ല എന്ന് തന്നെ വേണമെങ്കിൽ വിചാരിച്ചോ. കാരണം ഇതുപോലുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുഞ്ഞിനെ കുറിച്ച് നമ്മൾ ഓർക്കുക തന്നെ വേണം കണ്ണേട്ട എന്ന് പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, ഇതേക്കുറിച്ച് നിങ്ങൾ രണ്ടുപേരും ശക്തമായിട്ടുള്ള ഒരു തീരുമാനത്തിലെത്തണം. ലേഖയെ വാ, അവര് ഭാര്യയും ഭർത്താവും സംസാരിച്ച് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലേഖയെയും കൂടിയിട്ട് അനന്ത് വേണമെങ്കിൽ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ കണ്ണനാണെങ്കിൽ മഹിക്കരികിലേക്ക് ഇരുന്നിട്ട് പറയുന്നുണ്ട്, ആ വിഷവാതകം ശ്വസിച്ച ഓരോ നിമിഷവും എന്റെ മനസ്സിൽ ഓടി വന്നത് നിന്റെയും കുഞ്ഞിന്റെയും മുഖം മാത്രമായിരുന്നു. നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ അപ്പോ ഒത്തിരി കൊതിച്ചെന്നൊക്കെ പറയുമ്പോൾ മഹിയാണെങ്കിൽ അത് കേട്ട് ആകെ തകർന്നു പോകുന്നു. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കുക നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്.